സ്വാഗതം. പ്രഭാത ടാരോ കാർഡുകളിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്ന് ഓവറോളായിട്ട് എന്ത് എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്ന് എന്താണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 3 എന്താണ് ഇന്ന് നമ്മൾക്കുള്ള മാർഗ്ഗനിർദ്ദേശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ ഓവറോളായിട്ട് എനർജി എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് കാർഡാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. അതവിടെ നിൽക്കട്ടെ. എന്താണ് നമ്മളിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചോദിച്ചപ്പോൾ ദ ഫൂൾ എന്ന് പറയുന്ന കാർഡാണ്. അതവിടെ നിൽക്കട്ടെ. എന്താണ് ഇന്ന് നമുക്കുള്ള മാർഗ്ഗനിർദ്ദേശം എന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കിന്ന് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് 1, 2, 3 ഒരു മേജർ അർക്കാന കാർഡും 2 മൈനർ അർക്കാന കാർഡും വന്നിട്ടുള്ളത്. ഇന്ന് അപ്പോൾ താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട ഊർജ്ജം എന്ന് പറയുന്നത് ഫയർ എന്ന് പറയുന്ന ഊർജ്ജമാണ്, അഗ്നിയുടെ ഊർജ്ജമാണ്. അഗ്നിയിൽ എന്താണ് സംഭവിച്ചപ്പോൾ 9 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 9 ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്ത് വിജയിച്ചെങ്കിലും ഇപ്പോഴും നമ്മുടെ ഉള്ളിനുള്ളിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഭയമുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ മുൻപ് ചെയ്ത എന്തെങ്കിലും കാര്യം വീണ്ടും പൊന്തി വരുമോ എന്ന് പറയുന്നൊരു ഭയം, അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അന്നത് ചെയ്തുകൊണ്ട് വീണ്ടും ഇനി സംഭവിക്കുമെന്ന് ഞാൻ ചെയ്യേണ്ട എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 9 എന്ന് പറയുന്നൊരു ഒരു വിധത്തിലൊരു സഹനത്തിൻ്റെയും പോസിറ്റീവായിട്ടുള്ള കാർഡുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഓവറോൾ ഊർജ്ജം എന്ന് പറയുന്നത് നമുക്കൊരു ഹൈ എനർജി, അഗ്നി എന്ന് പറയുന്ന ഒരു എനർജിയിലാണ്. എന്താണ് നമ്മളിലേക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പുതിയൊരു തുടക്കമാണ് നമ്മളിലേക്ക് വരുന്നത്. ഫൂൾ എന്ന് പറയുന്ന കാർഡ് യൂണിവേഴ്സിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് പുതിയ ഇതിലേക്ക് തുടങ്ങാനാണ് പറയുന്നത്. അപ്പോൾ താങ്കൾക്ക് അടുത്ത് തന്നെ പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള എനർജി ഒന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം തോന്നാനുള്ള എനർജി കിട്ടാണ്ട് അത് ഒരു യൂണിവേഴ്സിൻ്റെ എനർജിയാണ്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് പുതിയ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള മാർഗ്ഗനിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. അത് വൈകാരികമായിട്ടുള്ള കപ്പെന്ന് പറയുന്നത് ജലം എന്ന് പറയുന്ന മൂലകമാണ്. ഇത് 7 എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തുമ്പോഴുള്ള കുഴപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. രാവിലെ ഒക്കെ തോന്നുന്നൊരു കാര്യമായിരിക്കില്ല ഉച്ചയ്ക്ക് ചെയ്യാൻ തോന്നുന്നു. അതായത് ഒരു കിണർ കുഴിക്കുന്നതിന് പകരം നമ്മൾ 10 കിണർ കുഴിക്കാൻ നോക്കും. നിങ്ങൾക്കറിയാമല്ലോ, 10 കിണർ കുഴിച്ചാൽ ഒരു കിണറിനും ആഴം ഉണ്ടാവില്ല, വെള്ളം കിട്ടില്ല. പകരം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ അത് ആഴത്തിൽ കുഴിക്കാൻ പറ്റുകയും വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് എല്ലാത്തിലും നമ്മൾ കൈയിടേണ്ട, ഏതെങ്കിലും ഒരു കാര്യം ചൂസ് ചെയ്ത് അതിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് താങ്കൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം. ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.